ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗ്രീൻ ചിക്കനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഗ്രീൻ ചിക്കൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 750 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പുതിനയില, 1 പിടി പുതിനയില, 1 പിടി മല്ലിയില, 6 വെളുത്തുള്ളി അല്ലി, 1 കഷ്ണം ഇഞ്ചി, 6 പച്ചമുളക്. ഇതധികം എരിവില്ലാത്തതാട്ടോ. ഇത് നമുക്ക് അരിഞ്ഞിടാം. അതുപോലെ ഇഞ്ചി നമുക്ക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈരും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനത് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത മിക്സ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കനിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു പേസ്റ്റ് കൂടെ ചേർക്കാനുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 സവാള നീളത്തിലരിഞ്ഞ് ഓയിലിൽ വറുത്ത് കോരി എടുത്തിരിക്കുന്നതാട്ടോ. കണ്ടോ? അതും പിന്നെ ഒരു 10 ബദാമും ഒരു 10 കാഷ്യൂനട്ടും വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാട്ടോ. അതുമാണ് വേണ്ടത്. ഇനി നമുക്ക് ഇത് രണ്ടും അരച്ചെടുക്കണം. അല്പം വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനത് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് അരച്ചെടുത്ത ഈ പേസ്റ്റും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴാണ് ഇതിനെല്ലാം നന്നായി ഈ ചിക്കനിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റി ആവുള്ളൂ. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഗ്രീൻ ചിക്കൻ കറി തയ്യാറാക്കാം. ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലിലേക്ക് 4 ഏലക്ക ചതച്ചതും, ഒരു ചെറിയ കഷ്ണം പട്ട 4ആയി മുറിച്ചതും, 4 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബൗളിൽ അല്പം അരപ്പുണ്ട്, അതൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, പക്ഷേ ഈ ഗ്രേവിയിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറക്കാം. നമ്മുടെ ഗ്രീൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിവിടെ ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമുക്കൊരു പീസ് ഒന്ന് കഴിക്കട്ടെ. സൂപ്പർ ടേസ്റ്റ് ആട്ടോ.
നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ചിക്കൻ റെഡിയാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായാണ് ജുലീനാസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.